കാറ്റത്തെ കിളിക്കൂടിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എല്ലാവരോടുമായി സുഭാഷ് ചേട്ടന്റെ കല്യാണക്കാര്യം പറയുകയാണ് നിധി. സുനന്ദയുടെയും സുഭാഷ് ചേട്ടന്റെയും കാര്യം പറഞ്ഞപ്പോൾ അതെന്തായാലും നടക്കാൻ പോകുന്നില്ല എന്ന് സുധീഷും ഹരീഷും ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഏട്ടൻ പെണ്ണ് കാണാൻ പോകുമ്പോഴേ സുനന്ദയ്ക്ക് വലിയ വിഷമമാ. ആ കല്യാണം നടക്കില്ല എന്നറിയുമ്പോൾ അവൾ അങ്ങ് ഹാപ്പി ആവുകയും ചെയ്യും. പക്ഷേ അതുകൊണ്ടൊന്നും ആയില്ലല്ലോ. അവളും എന്തെങ്കിലുമൊക്കെ ഇനീഷ്യേറ്റീവ് എടുക്കണ്ടേ. അഥവാ നമ്മൾ എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ ആ കുട്ടിയും അതിന്റെ കൂടെ നിൽക്കണ്ടേ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും, അല്ല നമുക്ക് സുഭാഷ് ചേട്ടന് വേറെ കല്യാണം കഴിപ്പിച്ചാലോ എന്ന് ഹരീഷും പറയുന്നുണ്ട്. എന്തായാലും കല്യാണം വേഗം നടക്കും എന്ന് ഹരീഷ് പറയുമ്പോൾ, നടക്കുമെന്ന് പറഞ്ഞത് കൊണ്ടായില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യണ്ടേ എന്ന് നിധി പറയുമ്പോൾ, ആ ബ്രോക്കറെ വിളിച്ചു പറഞ്ഞാലോ എന്ന് ഹരീഷും പറയുന്നുണ്ട്. ബ്രോക്കറോട് എന്തായാലും പറയാം, എന്നാലും അതിന്റെ കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്താലോ എന്ന് നിധി ചോദിക്കുമ്പോൾ, എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. നമുക്കൊരു മാട്രിമോണി സൈറ്റിൽ രജിസ്റ്റർ ചെയ്താലോ, അതാവുമ്പോൾ ഒരുപാട് ഓപ്ഷൻസും ഉണ്ടാവും എന്ന് നിധി പറയുന്നത് കേട്ട് എല്ലാവരും സമ്മതം മൂളുന്നുണ്ട്. എന്നാലേ ഞാൻ പോയി ഫോൺ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് നിധി അകത്തേക്ക് പോകുന്നുണ്ട്. പിന്നീട് എല്ലാവരും കൂടി വീടിന്റെ ഉമ്മറത്തിരുന്ന് മാട്രിമോണി സൈറ്റിൽ സുഭാഷിന്റെ പേര് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. സുഭാഷ് എന്നല്ലേ പേരുള്ളൂ എന്ന് നിധി ചോദിക്കുമ്പോൾ, KP സുഭാഷ്, കയറ്റുപറമ്പിൽ ഭാസ്കരൻ സുഭാഷ് എന്ന് നികേഷ് മറുപടി പറയുന്നുണ്ട്. അത് പൂരിപ്പിച്ചതിന് ശേഷം വയസ്സ് എന്ന് നിധി ചോദിക്കുന്നുണ്ട്. 32 എന്ന് നികേഷ് പറയുമ്പോൾ, ശരിക്കും എന്ന് നിധി അത്ഭുതത്തോടെ ചോദിക്കുന്നുണ്ട്. അധികം തോന്നുന്നുണ്ടല്ലേ എന്ന് ഹരീഷ് പറയുമ്പോൾ, ഇല്ല, കുറവേ തോന്നുന്നുള്ളൂ എന്ന് നിധിയും മറുപടി പറയുന്നുണ്ട്. അത് സ്വന്തം ചേട്ടനായി കാണുന്നോണ്ടാ, ശരിക്കും ഒരു 38 തോന്നും എന്ന് സുധീഷ് പറയുമ്പോൾ, സുഭാഷ് ചേട്ടനല്ല, ഇയാളെ കണ്ട ഒരു 35 തോന്നുന്നു എന്ന് നിധിയും മറുപടി പറയുന്നുണ്ട്. എന്നെയോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ, തോന്നും എന്ന് ഹരീഷ് മറുപടി പറയുന്നുണ്ട്. ഏതുവരെ പഠിച്ചു എന്ന് നിധി ചോദിക്കുമ്പോൾ, +2 കഴിഞ്ഞ് ഡിഗ്രി ഫൈനൽ ഇയറിലാണെന്ന് തോന്നുന്നു, ജോലിക്ക് പോയി തുടങ്ങിയത് എന്ന് സുധീഷ് പറയുമ്പോൾ, അമ്പലപ്പോടെ ഹരീഷും അവനെ നോക്കി ഇരിക്കുന്നുണ്ട്. അല്ല, ഇനി ഡിഗ്രി കഴിഞ്ഞിട്ടാണോ? ഏതായാലും ഗ്രാജുവേറ്റ് എന്ന് എഴുതിക്കോ എന്ന് സുധീഷ് പറയുമ്പോൾ, ഇത് തന്നെയാണോ പറയുന്നത് എന്ന് നോക്കാൻ വേണ്ടി ചോദിച്ചതാ. സുഭാഷ് ഏട്ടൻ 10 കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കാൻ പോയില്ലെന്ന് എനിക്കറിയാം. എപ്പോഴും നുണ പറഞ്ഞ് ശീലിച്ചവര് അത് തന്നെയല്ലേ പറയൂ എന്ന് നിധി പറയുമ്പോഴേക്കും അല്പം ചമ്മലോടെ സുധീഷും അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ബ്രദേഴ്സ് അൺമാരീഡ് എന്ന് നിധി പറയുമ്പോൾ, അത് പിന്നെ എന്ന് പറഞ്ഞ് ഹരീഷ് എന്തോ സുധീഷിനെ നോക്കിക്കൊണ്ട് പറയാൻ തുടങ്ങുന്നുണ്ട്. എന്താ എന്ന് നിധി ചോദിക്കുമ്പോൾ, ഒന്നുമില്ല എന്ന് ഹരീഷും മറുപടി പറയുന്നുണ്ട്. സുഭാഷ് ഏട്ടന്റെ ഫോട്ടോ ഉണ്ടോ എന്ന് നിധി ചോദിക്കുമ്പോൾ, ആഹാ, എൻ്റെ കയ്യിലുണ്ട് എന്ന് സുധീഷ് മറുപടി പറയാണ്. എന്ന് പറഞ്ഞ് ഫോണിൽ നിന്ന് ഒരു ഫോട്ടോയും എടുത്ത്, എടാ ഇത് പോരെ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ, അത് കൊള്ളില്ല, എൻ്റെ ഫോണിലുണ്ട് എന്ന് പറഞ്ഞ് നികേഷ് തൻ്റെ ഫോണിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് സുധീഷിനെ കാണിക്കുന്നുണ്ട്. ഇതെങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ, നല്ല ഹീറോയെ പോലെയുണ്ട് എന്ന് സുധീഷ് മറുപടി പറയാണ്. ഏട്ടത്തി, ഞാനിത് ഏട്ടത്തിയുടെ ഫോണിലേക്ക് അയക്കാമേ എന്ന് പറഞ്ഞ് നികേഷ് നിധിയുടെ ഫോണിലേക്ക് ആ ഫോട്ടോ അയച്ചു കൊടുക്കുന്നുണ്ട്. നിധി ആ ഫോട്ടോയിൽ നിന്ന് എടുത്ത് നോക്കി, ആഹാ, ഇത് കൊള്ളാം എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് 3 മാസത്തെ സർവീസ് വേണോ 6 മാസത്തെ സർവീസ് വേണോ എന്ന് നിധി ചോദിക്കുമ്പോൾ, എന്ന് വെച്ചാ എന്ന് എല്ലാവരും സംശയത്തോടെ നിധിയെ നോക്കുന്നുണ്ട്. അല്ല, 3 മാസം കൊണ്ട് കല്യാണം നടക്കണോ അതോ 6 മാസം കൊണ്ട് കല്യാണം നടന്നാൽ മതിയോ? ഓരോ പാക്കേജും വെച്ച് അവരുടെ സർവീസും മാറും എന്ന് നിധി പറയുമ്പോൾ, എന്നാ പിന്നെ 3 മാസം തന്നെ ആയിക്കോട്ടെ, സുഭാഷ് ഏട്ടൻ്റെ കല്യാണം നമുക്ക് 3 മാസം കൊണ്ട് നടത്തണം എന്ന് സുധീഷ് പറയുമ്പോൾ, അത് ശരിയാ എന്ന് ഹരീഷ് സമ്മതിക്കുന്നുണ്ട്. പേയ്മെന്റ് ചെയ്യണം എന്ന് നിധി പറയുമ്പോൾ, അതിനെന്താ, ചെയ്യാലോ സുധീഷ് മറുപടി പറയുന്നത് കേട്ട് ഹരീഷ് അല്പം ഞെട്ടലോടെ അവനെ നോക്കുന്നുണ്ട്. നിധി അവരെ രണ്ടുപേരെയും നോക്കിക്കൊണ്ട്, അല്ല വേറൊന്നുമല്ല, എൻ്റെ കയ്യിൽ ക്യാഷ് ആയിട്ടാ ഉള്ളത്, ഫോണും സിമ്മും ഒക്കെ പോയത് കൊണ്ട് അക്കൗണ്ട് ആക്സസ് ചെയ്യാൻ പറ്റില്ല എന്ന് നിധി പറയുമ്പോൾ, അതുകൊണ്ടല്ലേ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞേ എന്ന് സുധീഷ് മറുപടി പറയുന്നുണ്ട്. അതാ ഞങ്ങൾക്കും സംശയം, അത്ര പെട്ടെന്നൊന്നും കയ്യിൽ നിന്ന് ചെലവാക്കാത്ത ആളല്ലേ സുധീഷ് ഏട്ടൻ എന്ന് ഹരീഷ് പറയുമ്പോൾ, ഒന്ന് പോടാ ഇവിടുന്ന്, എൻ്റെ ചേട്ടൻ്റെ കല്യാണത്തിന് ഞാൻ കൊടുക്കാതിരിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് നിധിയോടായി ആ പേയ്മെന്റ് മോഡ് സെലക്ട് ചെയ്ത് ആ QR കോഡ് ഒന്ന് കാണിച്ച് ഞാൻ പേയ്മെന്റ് ചെയ്തോളാം എന്ന് പറയുമ്പോൾ നിധിയും QR കോഡ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. സുധീഷ് പൈസ പേയ്മെന്റ് ചെയ്തതിന് ശേഷം, സുഭാഷ് ഏട്ടൻ എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിരിക്കുന്നു, ഞാൻ ഇത്രയെങ്കിലുമൊക്കെ തിരിച്ച് ചെയ്യണ്ടേ എന്ന് പറഞ്ഞതിന് ശേഷം നിധിയോടായി, നിധി ഇനി എന്താ വേണ്ടേ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ, ഇനിയൊന്നും ചെയ്യണ്ട, പെൺകുട്ടികളുടെ പ്രൊഫൈൽസ് നമുക്ക് വരും, അത് നോക്കി വേണ്ടത് സെലക്ട് ചെയ്യണം, പിന്നെ അവരുമായി കോണ്ടാക്ട് ചെയ്ത് മാട്രിമോണിയൽക്കാരെ നമ്മളെ അറിയിക്കും. അപ്പോഴേക്കും സുഭാഷ് അങ്ങോട്ട് വന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന് എന്താ ഇങ്ങനെ ചർച്ച ചെയ്യുന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, സുഭാഷ് ഏട്ടന് പെണ്ണ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു
എന്ന് സുധീഷ് പറയുമ്പോഴേക്കും പെണ്ണോ എന്ന് സംശയത്തോടെ സുഭാഷും ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല സുഭാഷ് ഏട്ടാ, ഞങ്ങൾ ചുമ്മാ ഓരോരുത്തരുടെയും പെണ്ണിനെ കുറിച്ചുള്ള സങ്കല്പങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കായിരുന്നു. നികേഷിനാ ഏറ്റവും കൂടുതൽ ഡിമാൻഡ്. സുഭാഷ് ഏട്ടന് എങ്ങനത്തെ കുട്ടിയായി ഇഷ്ടം എന്ന് നിധി ചോദിക്കുമ്പോൾ എനിക്ക് അങ്ങനെയൊന്നുമില്ല മോളെ, നല്ലൊരു കുട്ടിയായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ എന്ന് സുഭാഷ് മറുപടി പറയുമ്പോൾ അയ്യോ പാവം, ചേട്ടനൊന്നിങ്ങ് വന്നേ, ഇവിടെ ഇരുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷിനെ വലിച്ച് ആ പടിക്കെട്ടിലേക്ക് ഇരുത്താണ് സുധീഷ്. ഇനി പറ, എങ്ങനെയുള്ള പെൺകുട്ടിയാ ഏട്ടന് ഇഷ്ടം എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ എനിക്ക് അങ്ങനെയൊന്നുമില്ല എന്ന് സുഭാഷ് മറുപടി പറയുന്നുണ്ട്. കെട്ടാൻ പോകുന്ന പെണ്ണിനെ കുറിച്ച് ഒരു സങ്കല്പമില്ലേ എന്ന് നിധി ചോദിക്കുമ്പോൾ നികേഷ് നീ പറ, നിനക്ക് എങ്ങനെയുള്ള കുട്ടിയാ ഇഷ്ടം എന്ന് നിധി ചോദിക്കുമ്പോൾ നല്ല സുന്ദരിയായിരിക്കണം, നല്ല പഠിപ്പുണ്ടാവണം, പിന്നെ ഒരു ജോലിയും വേണം, പിന്നെ പരസ്പരം മനസ്സിലാക്കാനും പറ്റണം എന്ന് നികേഷും വെട്ടിത്തുറന്ന് പറയാണ്. കണ്ടോ എങ്ങനെയുള്ള കുട്ടിയാ വേണ്ടെന്ന് അവനും വ്യക്തമായ ധാരണയുണ്ട് എന്ന് നിധി പറയുമ്പോൾ അതാണോ, അത് പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷ് തൻ്റെ സങ്കല്പങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. മുടിക്ക് കുറച്ച് നീട്ടം ഉണ്ടാവണം, പിന്നെ നന്നായിട്ട് സാരി ഉടുക്കാൻ അറിയണം, അവൾക്ക് പാചകം ചെയ്യാൻ അറിയണം എന്നൊന്നുമില്ല, എന്നാലും ഞാൻ പാചകം ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് നിൽക്കണം, ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളുടെ സ്വാദൊക്കെ നോക്കി അങ്ങനെ എന്ന് സുഭാഷ് പറയുന്നത് കേട്ട് എൻ്റെ അമ്മോ കലക്കിയല്ലോ, സൂപ്പർ, ഇനി ബാക്കി പറ എന്ന് സുധീഷ് പറയുന്നുണ്ട്. പിന്നെ പിന്നെ എന്നെ ചീത്ത പറയാൻ പാടില്ല എന്ന് സുഭാഷ് പറയുമ്പോൾ സുഭാഷ് ഏട്ടനോട് ആര് വഴക്കിടാനാ, സുഭാഷ് ഏട്ടനെ ആര് ചീത്ത പറയാനാ എന്ന് ഹരീഷും പറയുന്നുണ്ട്. എടാ നിങ്ങൾക്കറിയാലോ, സൈറ്റിൽ വെച്ച് ഓരോരുത്തർ വന്ന് ഭാര്യയോട് പിണക്കാണ്, 2 ദിവസമായി മിണ്ടിയിട്ട് എന്നൊക്കെ പറയുന്നത് കേൾക്കാം. എന്നോട് ആരെങ്കിലും ദേഷ്യപ്പെട്ടാൽ ഞാൻ വല്ലാതാവുമെന്ന് നിങ്ങൾക്കറിയാലോ, അതുകൊണ്ട് എന്നോട് വഴക്കുണ്ടാക്കേണ്ട, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് പറഞ്ഞാൽ മതി, ഞാൻ തിരുത്തിക്കോളാം എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും ശരി, വഴക്കുണ്ടാക്കാൻ പാടില്ല, അടുത്തത് എന്ന് നിധി ചോദിക്കുന്നുണ്ട്. അങ്ങനെ സുഭാഷ് തൻ്റെ മനസ്സിലുള്ള സങ്കല്പങ്ങളൊക്കെ അവരോടായി തുറന്നു പറയുന്നുണ്ട്. അവരെല്ലാവരും അവൻ്റെ ചുറ്റുമിരുന്ന് അതെല്ലാം കേട്ട് ചിരിക്കാണ്. സുഭാഷ് പറഞ്ഞു നിർത്തില്ലെന്ന് കണ്ടപ്പോൾ മതി മതി നിർത്തിക്കോ, മിണ്ടാപ്പൂച്ച കലവെടുക്കുന്നത് നോക്കിയേ, അല്ലേ എന്തോരം ഡിമാൻഡ്സാ, ഇത്രയൊക്കെ മനസ്സിൽ വെച്ചിട്ടാണല്ലേ കല്യാണം വേണ്ടെന്നൊക്കെ പറഞ്ഞ് നടന്നത്. സുധീഷും അനിയന്മാരും സുഭാഷിനെ കളിയാക്കിക്കൊണ്ട് അവിടുന്ന് ഓടിച്ചു വിടുന്നുണ്ട്. അവരുടെ കളിയൊക്കെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് നിധി. പിന്നീട് ഡൈനിങ് ഹാളിലെ പൊടിയടിച്ചു കൊണ്ടിരിക്കുന്ന നിധിയുടെ അടുത്തേക്ക് സുധീഷ് വന്നുകൊണ്ട് എന്തിനാണാവോ വന്നത്, അതൊക്കെ മറന്ന് ഇപ്പോൾ പൊടിയടിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ എന്ന് സുധീഷ് പറയുമ്പോൾ ഞാൻ എന്ത് മറന്നുന്നാ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ എന്തൊക്കെയാണാവോ പറഞ്ഞത്, ജോലി അന്വേഷിക്കണം, 2 കാലിൽ നിൽക്കണം, ആകാശമുട്ടയെ ഉയരണം, എന്നിട്ടിപ്പോൾ നോക്കിയേ വർക്ക് ചെയ്യാത്തൊരു ടിവിയും തുടച്ച് മാറാലയടിച്ച് വെറുതെ സമയം കളയുന്നു എന്ന് സുധീഷ് പറയുമ്പോൾ ഹലോ, അതൊന്നും ചെയ്യാൻ എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അതിനൊക്കെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരണോ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. വേണമെങ്കിലേ അത് സംഘടിപ്പിക്കണം മാഡം എന്ന് സുധീഷ് പറയുമ്പോൾ അതിനാദ്യം കോളേജിൽ പോയി സംസാരിക്കണം മിസ്റ്റർ എന്ന് നിധിയും പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ കോളേജിൽ പോയി അന്വേഷിക്കണം, അല്ലാതെ സുഭാഷേട്ടനി പെണ്ണാലോചിച്ച് സമയം കളയല്ല വേണ്ടത് എന്ന് സുധീഷ് പറയുമ്പോൾ അതെന്താ നടക്കേണ്ട കാര്യമല്ലേ എന്ന് നിധി ചോദിക്കുമ്പോൾ അത് ശരിയാണ്, എന്നാലും അതിലും പ്രധാനപ്പെട്ടതല്ലേ നമുക്ക് സർട്ടിഫിക്കറ്റ് എന്ന് സുധീഷും പറയുന്നുണ്ട്. അല്ല ഞാൻ ശ്രദ്ധിക്കായിരുന്നു, സുഭാഷേട്ടൻ്റെ കല്യാണക്കാര്യം വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഉഴപ്പ്, സുഭാഷേട്ടന് ഒരു പെണ്ണ് വരുമ്പോൾ നിങ്ങൾക്ക് വെക്കാനും വിളമ്പാനും അലക്കാനും ഒക്കെ സുഭാഷേട്ടനെ കിട്ടില്ല എന്ന് കരുതിയിട്ടല്ലേ എന്ന് നിധി ചോദിക്കുമ്പോൾ ഈശ്വര, മനസ്സിൽ പോലും അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല കേട്ടോ, ഇയാൾ വെറുതെ ഇല്ലാത്തതൊന്നും പറഞ്ഞുണ്ടാക്കല്ലേ എന്ന് സുധീഷ് പറയുമ്പോൾ പറഞ്ഞുണ്ടാക്കുന്നതാണോ, നിങ്ങൾക്കതിന് ആഗ്രഹമില്ല എന്നതല്ലേ സത്യം എന്ന് നിധി ചോദിക്കുമ്പോൾ അയ്യോ അങ്ങനെയൊന്നും അല്ല നിധി, ഇയാൾ വിചാരിച്ച പോലെ ഇയാളുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കണം എന്ന് മാത്രമേ ഞാനും കരുതിയിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് സുധീഷും പറയുന്നുണ്ട്. കോളേജിൽ പോകാൻ തീരുമാനിച്ചതാ, തക്കലയിലുള്ള എൻ്റെ കൂട്ടുകാരിയുമായി രാവിലെ മെസ്സേജ് ചെയ്തതേ ഉള്ളൂ, അവള് കോളേജിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, നാളെ പോവാനിരിക്കുക എന്ന് നിധി പറയുമ്പോൾ ഓഹോ, അപ്പോൾ ഞാൻ മനസ്സിൽ കണ്ടപ്പോൾ ഇയാൾ മൊബൈലിൽ കണ്ടു അല്ലേ, എന്തായാലും നന്നായി, എന്താ മനപ്പൊരുത്തം എന്ന് സുധീഷ് പറയുമ്പോഴേക്കും നിധി ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഏറ്റില്ല എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവിടെ സോഫയിലിരിക്കുന്ന നിധിയുടെ അടുത്തേക്ക് സുധീഷ് വീണ്ടും പോകുന്നുണ്ട്. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, നാളെ രാവിലെ തന്നെ ട്രാവൽസിൽ നിന്ന് ഒരു വണ്ടി വിടാൻ പറയാം, എന്നിട്ട് രാവിലെ തന്നെ പുറപ്പെടാം, അതാവുമ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും വീട്ടിൽ തിരിച്ചെത്താലോ, വരുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു നല്ല റെസ്റ്റോറൻറ്റിൽ നിന്ന് അടിപൊളി ഒരു ഊണും കഴിക്കാം എന്ന് സുധീഷ് സന്തോഷത്തോടെ പറയുമ്പോഴേക്കും ഹലോ, അതിന് ഞാൻ നിങ്ങളോട് എൻ്റെ കൂടെ വരാൻ പറഞ്ഞില്ലല്ലോ എന്ന് നിധിയും പറയുന്നുണ്ട്. അത് പിന്നെ കാറിൽ പോകുന്നതല്ലേ എളുപ്പം, ഞാനൊരു ഡ്രൈവറായി കൂടെ വരികയും ചെയ്യാം എന്ന് സുധീഷ് പറയുമ്പോഴേക്കും അത് വേണ്ട, ഞാൻ തനിയെ പോയിക്കോളാം എന്ന് നിധിയും പറയുന്നുണ്ട്.
അതെന്തിനാ തനിയെ പോകുന്നേ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അന്ന് ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് എന്നൊരു തട്ടിപ്പിന് കൊണ്ടുപോയപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ ഇനി എന്റെ ജോലിക്കാരിയൊക്കെ ഞാൻ തന്നെ നോക്കിക്കോളാന്ന് എന്ന് നിധി പറയുമ്പോൾ അങ്ങനെയൊന്നും ഒറ്റയ്ക്ക് വിടാനൊന്നും പറ്റില്ല എന്ന് സുധീഷും പറയുന്നുണ്ട്. എന്റെ കാര്യം തീരുമാനിക്കാൻ ഇയാളാരാ എന്ന് നിധി ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ അത് പിന്നെ ഇയാൾ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ ഞാൻ ഇയാളുടെ എന്ന് പറഞ്ഞ് സുധീഷ് നിർത്തുമ്പോൾ ഇയാളുടെ എന്ന് നിധിയും സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. ഇയാളുടെ ലോക്കൽ ഗാർഡിയൻ എന്ന് സുധീഷ് പറയുമ്പോൾ ആര് പറഞ്ഞു എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. ഞാൻ തന്നെ പറഞ്ഞു എന്ന് സുധീഷ് മറുപടി പറയാണ്. ഇയാൾ പറഞ്ഞ ഇയാൾ എന്റെ ലോക്കൽ ഗാർഡിയൻ ആവൂ എന്ന് നിധി ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ എന്നെ വിശ്വസിച്ചല്ലേ ഇയാൾ ഈ വീട്ടിൽ നിൽക്കുന്നേ എന്ന് സുധീഷും പറയുന്നുണ്ട്. ഇയാളെ വിശ്വസിച്ചോ എന്റെ ഏട്ടന്റെ സ്ഥാനത്ത് സുഭാഷ് ഏട്ടനും 2 അനിയന്മാരും ഉണ്ട്. അവരെ വിശ്വസിച്ചാ ഞാൻ ഇവിടെ നിൽക്കുന്നേ അല്ലാതെ എടുത്താ നുണ മാത്രം പറയുന്ന നിങ്ങളെ ആര് വിശ്വസിക്കാനാ എന്ന് നിധി പറയുമ്പോൾ അപ്പൊ ഞാൻ ആരുമല്ലേ എന്ന് സുധീഷ് അല്പം വിഷമത്തോടെ ചോദിക്കുന്നുണ്ട്. ഞാൻ ഈ വീട്ടിലേക്ക് വരാൻ കാരണക്കാരനായ ഒരാൾ എന്ന് കരുതി എന്റെ ജീവിതത്തിലെ മുഴുവൻ രക്ഷാകർത്തൃത്വവും ഏറ്റെടുക്കാൻ നിൽക്കണ്ട കേട്ടല്ലോ എന്ന് നിധി ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വരാൻ കാരണക്കാരൻ ഞാനല്ലേ അപ്പോൾ ഞാൻ കാരണമല്ലേ ഈ ചേട്ടനും അനിയന്മാരും ഒക്കെ ഉണ്ടായത് പിന്നെ ഞാൻ ആരുമല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ അത് അംഗീകരിച്ച് തരാനൊന്നും പറ്റില്ല എന്ന് സുധീഷ് പറയുമ്പോഴേക്കും ഇയാൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും എനിക്കൊരു ചുക്കുമില്ല എന്ന് പറഞ്ഞ് നിധി പോയി മാറാലെ അടിക്കുന്നുണ്ട്. അതാണ് സത്യം. അതുകൊണ്ട് എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. അനാവശ്യമായി എന്റെ കാര്യങ്ങൾ ഇടപെടരുത്. ഞാൻ നാളെ ഒറ്റയ്ക്ക് തക്കലയിൽ പോവും. അതിന് എനിക്കാരുടെയും സഹായം ആവശ്യമില്ല എന്ന് നിധി ദേഷ്യത്തിൽ പറയുമ്പോൾ അതൊന്നും അനുവദിച്ചു തരാൻ പറ്റില്ല നിധി എന്ന് സുധീഷും പറയുന്നുണ്ട്. അതിന് ഇയാളുടെ അനുവാദം ആർക്ക് വേണം? എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഞാൻ നാളെ ഒറ്റയ്ക്ക് തന്നെ തക്കലയിൽ പോവും. എനിക്കറിയാം എന്റെ കാര്യങ്ങൾ ചെയ്യാൻ. സർട്ടിഫിക്കറ്റ് വാങ്ങാനും എനിക്കറിയാം. അത് കഴിഞ്ഞ് ജോലിയും ഞാൻ തന്നെ അന്വേഷിച്ചോളാം എന്ന് നിധി പറയുമ്പോൾ ശരി സമ്മതിച്ചു, ഇനി ഒച്ച വയ്ക്കണ്ട, വെറുതെ ബഹളം ഉണ്ടാക്കണ്ട എന്നും പറഞ്ഞ് സുധീഷ് നടന്നു നീങ്ങുമ്പോൾ ഹുങ്കിനൊരു കുറവുമില്ല എന്ന് മനസ്സിൽ പറയുന്നുണ്ട്. അതെ, എനിക്ക് ഹുങ്കിനൊരു കുറവുമില്ല. എത്രയായാലും നിങ്ങളുടെ മുന്നിൽ ഞാനത് മാറ്റാനും പോകുന്നില്ല എന്ന് നിധി ദേഷ്യത്തോടെ പറയുന്നത് കേട്ട് ഈശ്വര അതും കേട്ടോ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് നിതീഷും അവിടുന്ന് നടന്നു പോകുന്നുണ്ട്. രാത്രിയായപ്പോൾ ഭാസ്കരൻ ഒരു കവിതയൊക്കെ പാടിക്കൊണ്ട് ബ്രാൻഡിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. ഓഹോ, ഇന്ന് കവിതയിന്മേലാണല്ലോ എന്ന് ഹരീഷ് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി വേണ്ടേ, അതാ എന്ന് നികേഷും പറയുന്നുണ്ട്. വീണ്ടും ഭാസ്കരൻ അച്ചാറും തൊട്ട് നക്കിക്കൊണ്ട് കവിതയും പാടി ബ്രാൻഡ് കഴിക്കുമ്പോൾ ആഹാ എന്താ കവിത എന്ന് നികേഷും പറയുന്നുണ്ട്. സുധീഷും നിധിയും ഒന്നും മിണ്ടാതെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നീ എങ്ങനെ ഒറ്റയ്ക്ക് കോളേജിൽ പോകുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് സുധീഷ് മനസ്സിൽ പറഞ്ഞുകൊണ്ട് സുഭാഷ് ഏട്ടാ നാളെ നിധി കോളേജിലേക്ക് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോവുകയാണത്രേ എന്ന് പറയുന്നുണ്ട്. ഓഹോ ആണോ മോളെ, നാളെ തന്നെ കിട്ടുമോ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ അറിയില്ല ഏട്ടാ, എന്തായാലും അപ്ലൈ ചെയ്തിട്ട് വരാം എന്ന് നിധിയും പറയുന്നുണ്ട്. എന്നാ പിന്നെ നികേഷെ നീയും കൂടി അവളുടെ കൂടെ ചെല്ലേ എന്ന് നികേഷിനോടായി പറയുമ്പോൾ അയ്യോ ഏട്ടാ നാളെ എക്സാമാ, ഒഴിവാക്കാൻ പറ്റില്ല എന്ന് നികേഷ് പറയുമ്പോൾ അവന്റെ ക്ലാസ് എന്തിനാ മുടക്കുന്നേ, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്ന് നിധിയും പറയുന്നുണ്ട്. ഒറ്റയ്ക്കോ, പോയി വരാൻ മാത്രം 6-7 മണിക്കൂർ വേണ്ടി വരില്ലേ, പിന്നെ അവിടുത്തെ കാര്യങ്ങൾക്ക് വേറെ സമയവും. എന്തായാലും കൂടെ വരാൻ ഒരാൾ കൂടി ഉള്ളത് നല്ലതല്ലേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുക്കു ചേട്ടാ എന്ന് സുധീഷും പറയുന്നുണ്ട്. നിധി അവന് നേരെ കണ്ണിരട്ടിക്കൊണ്ട് കോളേജിലെ എൻ്റെ ഒരു കൂട്ടുകാരി കാത്തു നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വേഗം പോയി വന്നോളാം എന്ന് സുഭാഷിനോടായി പറയുമ്പോൾ ഞാൻ കൂടെ പോവാന്ന് പറഞ്ഞതാ സുഭാഷ് ഏട്ടാ, കേൾക്കണ്ടേ എന്ന് സുധീഷും പറയുന്നുണ്ട്. ഇവരുടെ സംസാരമൊക്കെ പുറത്തിരിക്കുന്ന ഭാസ്കരൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ പോയിക്കോളാന്ന് പറഞ്ഞതാ സുഭാഷ് ഏട്ടാ എന്ന് സുധീഷ് വീണ്ടും പറയുമ്പോൾ വരണ്ടാന്ന് ഞാൻ പറഞ്ഞതല്ലേ, എനിക്ക് ആ ആളെ അറിയാം ഈ ആളെ അറിയാം, ഞാനത് വാങ്ങിത്തരാം എന്നൊക്കെ പറഞ്ഞ് വെറുതെ എൻ്റെ സമയം കളയാനല്ലേ എന്ന് നിധിയും പറയുന്നുണ്ട്. എനിക്ക് ഒറ്റയ്ക്ക് ബസ്സിൽ പോകാൻ അറിയാം, എനിക്കാരുടെയും സഹായം വേണ്ട എന്ന് നിധി സുധീഷിനോടായി ദേഷ്യത്തിൽ പറയുമ്പോൾ ഏട്ടത്തി എന്തായാലും കൂടെ കൂട്ടില്ല എന്ന് ഉറപ്പിച്ചതാ, സുധീഷ് ഏട്ടനും എന്തായാലും വിടാൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. സുധീഷും നിധിയോടായി പതിയെ നിധി ഇതൊക്കെ കുറച്ച് ഓവറാണ് കേട്ടോ, ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞതല്ലേ, അങ്ങനെ ഒറ്റയ്ക്ക് പോകാനൊന്നും പറ്റില്ല എന്ന് പറയുന്നുണ്ട്. കണ്ടില്ലേ എന്ന് ഹരീഷ് നികേഷിനോട് പറയുമ്പോഴേക്കും ഉച്ചയ്ക്ക് തന്നെ എൻ്റെ കൂടെ വരണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ, പിന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇതെഴുത്തിട്ട് സിമ്പതി ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമമല്ലേ, ഇയാൾ എന്തായാലും എൻ്റെ കൂടെ വരണ്ട, ഉച്ചയ്ക്ക് തന്നെ ഞാൻ എൻ്റെ കൂടെ വരണ്ടെന്ന് പറഞ്ഞതാ, പിന്നെയും എന്തിനാ ഇത് തന്നെ ചോദിച്ച് എന്നെ ശല്യം ചെയ്യുന്നേ എന്ന് പറയുമ്പോൾ നികേഷും ഹരീഷും സുധീഷിനെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. സുധീഷ് അവരെ നോക്കി എന്താടാ എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ലാന്ന് അവർ മറുപടിയും പറയാണ്. എന്നാ പിന്നെ ഞാൻ തന്നെ വന്നാലോ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ തൊട്ടടുത്തല്ലേ സുഭാഷ് ഏട്ടാ, ഞാൻ രാവിലെ ബസ്സിൽ പോയി വൈകുന്നേരം അതേ ബസ്സിൽ തന്നെ തിരിച്ചു വന്നോളാം, ഞാനും നികേഷും കൂടി ഒരിക്കൽ പോയിട്ടുള്ളതല്ലേ എന്ന് നിധി പറയുമ്പോൾ അതല്ല മോളെ, തനിയെ അയക്കാൻ എന്തോ ഒരു വിഷമം അതുകൊണ്ടാ എന്ന് സുഭാഷ് പറയുമ്പോൾ അവരുടെ അച്ഛൻ ഭാസ്കരൻ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. എൻ്റെ അച്ഛനും അതുപോലെ തന്നെയാണ് എന്നെ വളർത്തിയത്, അതുകൊണ്ടെന്താ ഒരു സ്ഥലത്തും തനിയെ പോകാൻ ധൈര്യമില്ലാതായി
ഇനിയെങ്കിലും അത് മാറണ്ടേ സുഭാഷ് ഏട്ടാ. ഇങ്ങനെ ഓരോന്നൊക്കെ ശീലാവട്ടെ. ഇനി എനിക്ക് ഒറ്റയ്ക്ക് എത്ര യാത്ര ചെയ്യാനുള്ളതാ. അടിച്ചിട്ട് പൊത്തി പൊത്തി വളർത്തി എൻ്റെ എല്ലാ കോൺഫിഡൻസും ഇല്ലാതാക്കിയത് എൻ്റെ വീട്ടുകാരാ. ആകെ അറിയാവുന്നത് പഠിക്കാനും മാർക്ക് വാങ്ങാനും മാത്ര. നിങ്ങളും എന്നോട് അങ്ങനെ ചെയ്യല്ലേ. ലോകം എന്താണെന്ന് ഇനിയെങ്കിലും എനിക്ക് കാണണം. തനിയെ യാത്ര ചെയ്യണം, സ്വന്തം കാലിൽ നിൽക്കണം. ഇങ്ങനെയൊക്കെയല്ലേ അത് തുടങ്ങി വെക്കാൻ പറ്റൂ എന്ന് നിധി പറയുമ്പോൾ, എന്നാ പിന്നെ ശരി മോളെ, കയ്യിൽ ഫോണുണ്ടല്ലോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് സുഭാഷ് പറയുമ്പോൾ അല്പം ടെൻഷനോടെ, സുഭാഷ് ഏട്ടാ നിങ്ങൾ എന്താ ഇങ്ങനെ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും, നീ മിണ്ടാതിരിക്കട്ടാ, അവള് പോയിട്ട് വരട്ടെ, നന്നായി പോയിട്ട് വാ മോളെ എന്ന് സുഭാഷ് പറയുമ്പോൾ ചമ്മലോടെ ഇരിക്കുന്ന സുധീഷിനെ നോക്കി നികേഷും ഹരീഷും കളിയാക്കി ചിരിക്കുന്നുണ്ട്. രാവിലെ റെഡിയായി ബാഗും എടുത്ത് വിളക്കിനടുത്ത് ചെന്ന് പ്രാർത്ഥിച്ച് നിധി പോകാനൊരുങ്ങുമ്പോൾ നികേഷ് അടുത്തേക്ക് ചെന്ന്, എടുത്തി ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ കൂടെ വന്നേനെ എന്ന് പറയുമ്പോൾ, അതൊന്നും കുഴപ്പമില്ലടാ, ഞാൻ ഒറ്റയ്ക്ക് പോയി വന്നോളാം എന്ന് നിധി പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്ന സുധീഷ്, അതെ, ഒരു തവണ കൂടെ ആലോചിച്ചിട്ട് മതി കേട്ടോ, ഇതുവരെ ഒരിടത്തും തനിയെ പോവാത്ത ആളാ കേട്ടല്ലോ എന്ന് സുധീഷ് പറയുമ്പോൾ, നിങ്ങളുടെ കൂടെ തനിയെ വന്നതല്ലേ, ഇനി എത്ര ദൂരെയായാലും എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ ഒരു മടിയുമില്ല എന്ന് നിധിയും മറുപടി പറയുന്നുണ്ട്. ഓഹോ, അതിലും എനിക്കിട്ടാണല്ലോ പണി എന്ന് സുധീഷ് പറയുമ്പോഴേക്കും സുഭാഷ് ഒരു കവറുമായി അടുക്കളയിൽ നിന്ന് വന്ന്, മോളെ, ഇതിൽ കുറച്ച് ബിസ്ക്കറ്റും സ്നാക്സും ഉണ്ട്, പോകുന്ന വഴിക്ക് കഴിച്ചോ എന്ന് പറഞ്ഞ് നിധിയുടെ കൈ കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാ സുഭാഷ് ഏട്ടാ ഇതൊക്കെ എന്ന് പറയുമ്പോൾ, ഇത്രയും ദൂരം പോകാനുള്ളതല്ലേ, വിശക്കില്ലേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ, പോയിട്ട് ഇങ്ങോട്ട് തന്നെ വരാനുള്ളതല്ലേ സുഭാഷ് ഏട്ടാ എന്ന് നിധിയും പറയുന്നുണ്ട്. അല്ല, ഈ ID കാർഡും ആധാർ കാർഡും ഒക്കെ എടുത്തിട്ടില്ലേ എന്ന് സുധീഷ് പെട്ടെന്ന് ചോദിക്കുമ്പോൾ നിധി ദേഷ്യത്തോടെ, ആധാർ കാർഡ് കയ്യിലുണ്ടെങ്കിൽ എന്തൊക്കെ നടക്കുമെന്ന് അറിയാലോ എന്ന് സുധീഷിനോടായി ചോദിക്കുന്നുണ്ട്. ശരി സുഭാഷ് ഏട്ടാ, ഞാൻ ഇറങ്ങാം എന്ന് നിധി പറയുമ്പോൾ, എടാ നീ ഇവളെ കൊണ്ടുപോയി ബസ് കയറ്റിയിട്ട് വാ എന്ന് സുധീഷിനോടായി സുഭാഷ് പറയുന്നുണ്ട്. മോളെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണേ എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും, ഏട്ടത്തി കോളേജിൽ നിന്ന് നേരെ വീട്ടിലേക്ക് പോവോ എന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. ഞാൻ എന്തിനാ അങ്ങോട്ട് പോകുന്നേ, ഇനിയിപ്പോൾ അവരെന്നെ മനസ്സിലാക്കി ഞാൻ ആരാണെന്ന് അറിഞ്ഞ് എന്നെ അങ്ങോട്ട് വിളിച്ചാലേ ഞാൻ ആ വീട്ടിൻ്റെ പടി ചവിട്ടു എന്ന് പറഞ്ഞ് നിധി പോകാനൊരുങ്ങുമ്പോഴേക്കും ഒരു കാർ വന്ന് മുറ്റത്ത് നിൽക്കുന്നുണ്ട്. സുധീഷേ, ഞാൻ ഇങ്ങനെ എത്തിയിട്ടോ എന്ന് ഡ്രൈവർ പുറത്തേക്ക് ഇറങ്ങി പറയുമ്പോഴേക്കും, എന്തിനാടാ കാറ് എന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ നിധിക്ക് പോവാൻ എന്ന് സുധീഷ് പറയുമ്പോൾ, ഞാൻ ബസ്സിൽ പോവായിരുന്നല്ലോ എന്ന് നിധിയും പറയുന്നുണ്ട്. ബസ്സിൽ യാത്രയൊക്കെ ചെയ്ത് തിരിച്ചു വരുമ്പോഴേക്കും ഇയാളാകെ ടയേർഡാവും, കാറാവുമ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് സുധീഷ് ഡ്രൈവറുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. നിധിയോട് സുഭാഷ്, എന്നാ മോള് കാറിൽ പോയിട്ട് വാ മോളെ എന്ന് പറയുമ്പോൾ നിധിയും യാത്ര പറഞ്ഞിറങ്ങാണ്. സുധീഷ് പെട്ടെന്ന് ഡ്രൈവറിന്റെ അടുത്തെത്തി, അതെ, ഇതെന്റെ ട്രാവൽസിലെ വണ്ടിയാണെന്ന് പറഞ്ഞിരിക്കുന്നത്, നീയും അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി ഡ്രൈവറോടായി പറയുമ്പോൾ, അപ്പോൾ ഉടായിപ്പാണല്ലേ എന്ന് അയാളും പറയുന്നുണ്ട്. ഒന്ന് പോടാ എന്ന് പറഞ്ഞ് സുധീഷ് അവനോട് ദേഷ്യപ്പെടുമ്പോൾ, എങ്കിൽ പിന്നെ ഡീസൽ അടിക്കാനുള്ള പൈസ എടുക്ക് എന്ന് അയാളും പറയുന്നുണ്ട്. നീ പോയിട്ട് വാ, പൈസയൊക്കെ ഞാൻ തന്നേക്കാം എന്ന് സുധീഷും പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി നിന്ന് ഹരീഷ് നികേഷിനോടായി പറയുന്നുണ്ട്, എടാ ഇപ്പൊ എന്താ പറയുന്നതെന്ന് അറിയാവോ എന്ന് ചോദിക്കുമ്പോൾ നികേഷ് എന്താ എന്ന് ഹരീഷിനോട് ചോദിക്കുന്നുണ്ട്. ഇത് എൻ്റെ ട്രാവൽസിലെ കാറാണെന്ന് പറയണം, അങ്ങനെ നിധിയോട് പറയാവൂ എന്നൊക്കെയാവും പറയുന്നേ. ഹരീഷ് പറയുന്നുണ്ട്, ആ അത് ശരിയാ, നമ്മുടെ ചേട്ടനല്ലേ എന്ന് നികേഷും പറയാണ്. നിധി കാറിൽ കയറിയ ഉടനെ സുധീഷ് ഗ്ലാസ് ഒക്കെ താഴ്ത്തി, ആ AC നല്ലോണം കൂട്ടിയിടണേ എന്ന് ഡ്രൈവറോട് പറയുമ്പോൾ, AC ഇടണ്ട, എനിക്ക് ചുമക്കും എന്ന് നിധി പറയുന്നുണ്ട്. ആ എങ്കിൽ പിന്നെ നല്ലോണം കുറച്ചിട്ടോ എന്ന് സുധീഷും പറയുന്നുണ്ട്. അങ്ങനെ ഒരു ട്രാവൽസ് ഓണറുടെ ഗമ കാണിക്കുന്നതിനിടയിൽ അയാൾ വണ്ടി എടുത്ത് പോകുന്നുണ്ട്. കാറിലിരുന്ന് പോകുന്നതിനിടയിൽ നിധി ദൈവത്തിനോടായി പ്രാർത്ഥിക്കുന്നുണ്ട്, താൻ കോളേജിലേക്ക് പോകുന്ന കാര്യം വീട്ടുകാരറിയല്ലേ എന്ന്. അവളെ ഫോൺ വിളിക്കാണ്. എടി, നീ എവിടെ എത്തി, വീട്ടിൽ നിന്ന് ഇറങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ, നിധി, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി, കാറിലാ, ഏതായാലും ഒരു 3 മണിക്കൂർ എടുക്കും എന്ന് പറയുമ്പോൾ, ശരി എന്നാ കോളേജിലെത്തുന്നതിന് ഒരു 15 മിനിറ്റ് മുന്നേ വിളിക്ക്, ഞാൻ ഗേറ്റിനടുത്തുണ്ടാവും എന്ന് നിധിയോടായി പറയുന്നുണ്ട്. എടി, നീ വരുന്നതറിഞ്ഞ് പിള്ളേർക്കെല്ലാം ഭയങ്കര ആഗ്രഹം നിന്നെ ഒന്ന് കാണാൻ, കുറേ ആയില്ലേ നിന്റെ വിവരമൊന്നുമില്ലാതെ എന്ന് അവൾ പറയുമ്പോൾ, അയ്യോ അതൊരു പ്രശ്നമാവോ എന്നൊക്കെ ടെൻഷനോടെ ആലോചിക്കുന്ന നിധിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ കിളിക്കൂടിന്റെ ബാക്കി വിശേഷങ്ങളുമായി വീണ്ടും കാണാം.